ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളൊരു ട്രിപ്പ് പോവാട്ടോ. എന്തായാലും 10 ദിവസം വെക്കേഷൻ ഉണ്ട്, നാട്ടിൽ എന്തായാലും പോകണം. എന്നാൽ പിന്നെ 400 കിലോമീറ്റർ നാട്ടിലേക്കുണ്ട്. മൂന്നാർ വഴി പോയാലോ എന്ന് വിചാരിച്ചിട്ട് 4:45 ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ. കഴക്കൂട്ടത്തു നിന്നാണ് ഇറങ്ങുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് തൊടുപുഴ, പിന്നെ അതേപോലെ അടിമാലി, മൂന്നാർ അങ്ങനെ പോവാട്ടോ. പക്ഷെ ഞങ്ങൾ പോകുന്നത് പൂപ്പാറ മാപ്പിൽ ഡെസ്റ്റിനേഷൻ വെച്ചിട്ട് റാന്നി, എരുമേലി, മുണ്ടക്കയം, അയ്യപ്പൻകോവിൽ, കട്ടപ്പന, നെടുങ്കണ്ടം ഇങ്ങനെ പോകുന്ന റൂട്ടിലേക്കാട്ടോ. അപ്പം നമ്മൾ പ്ലാച്ചേരി ജംഗ്ഷനിൽ ദിണ്ടിഗൽ, തേനി, കൊട്ടാരക്കര ഹൈവേയിലൂടെ പോവാട്ടോ. ഇവിടെ രണ്ട് സൈഡിലും നല്ല കാടുണ്ട്. കുറച്ച് ദൂരം നമ്മളിങ്ങനെ കാട്ടിലൂടെ പോയിട്ടോ. എന്ത് ഭംഗിയായിരുന്നു എന്നാണ് കാണാൻ വേണ്ടിയിട്ട്. മക്കള് കുറച്ചു നേരം കഴിയുമ്പോൾ തന്നെ ഉറങ്ങി. അപ്പൊ പിന്നെ അവരെ വിളിച്ചില്ല കേട്ടോ. പിന്നെ അതേ നോക്കൂ, നല്ല ഭംഗിയുള്ള രണ്ട് സൈഡിലും റബ്ബർ തോട്ടം ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കണ്ട് ഇങ്ങനെ പോവാട്ടോ ഞങ്ങള്. ഇപ്പൊ പോകുമ്പോഴാണ് നമ്മൾ മുണ്ടക്കയം എത്തി. അവിടെ സൈഡിലൂടെ അതാ ഒഴുകുന്നില്ലേ, അത് മണിമലയാറാണ് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ പോവുകയാണ് നേരെ. അപ്പൊ പോകുമ്പോ ദാ വഴിയിലൊക്കെ എന്ത് രസമറിയാം, കുറേ നല്ല കോടമഞ്ഞ് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ദൂരം പോയപ്പോൾ സൈഡിലായിട്ട് റൈറ്റ് സൈഡിൽ കുറച്ച് പേര് നിൽക്കുന്ന, അവിടെ കാർ ഇപ്പൊ പാർക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ വിചാരിച്ചു വല്ല ഡെസ്റ്റിനേഷനും നല്ല വ്യൂ പോയിന്റ് ഒക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ ഇറങ്ങി. അങ്ങനെ നോക്കിയപ്പോൾ നല്ല മഞ്ഞ് പൊതിഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥലം കണ്ടു കേട്ടോ. അതിന് താഴെ നോക്ക്, സൈഡിലൊക്കെ ആയിട്ട് നിറയെ കൈതച്ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. പൈനാപ്പിളിന്റെ തോട്ടമായിരുന്നു. പിന്നെയും കുറച്ച് ദൂരം പോയപ്പോൾ സൈഡിൽ ഇതാ നിറയെ മലയുടെ മുകളിലൊക്കെ ഇങ്ങനെ പഞ്ഞി മുട്ടായി പോലെ കിടക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ. അപ്പോൾ അവിടെയും ഞങ്ങൾ നിർത്തിയിട്ട് കുറച്ച് നേരം അതൊക്കെ ഒന്ന് കണ്ട് നല്ല ഭംഗിയായിരുന്നു കാണാൻ കേട്ടോ. വഴി കുറച്ചൊരു ചെറിയൊരു റോഡായിരുന്നു. അപ്പോൾ പിന്നെ സൈഡിലേക്കായിട്ട് ഒതുക്കി നിർത്തി ഞങ്ങൾ വേഗം അവിടുന്ന് പിന്നെ പോന്നു കേട്ടോ. അപ്പൊ നോക്ക്, കണ്ടില്ല എന്ത് ഭംഗിയാന്ന് കാണാൻ. മഞ്ഞിൽ പൊതിഞ്ഞു കിടക്കുന്ന മല എന്നൊക്കെ പറയില്ല, അതാട്ടോ അത്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ദേ നമ്മൾ പിന്നെയും പോവാണ്. എവിടെ നല്ല വ്യൂ ഉണ്ടോ അവിടെയൊക്കെ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് കാണാൻ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു ട്രിപ്പ്. അപ്പോഴാണ് കുറച്ചൊരു വളവിലായിട്ട് നല്ല വെള്ളച്ചാട്ടം കണ്ടത്. ഇത് വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം കേട്ടോ, വാട്ടർഫോൾ ആണ്. വളവായതുകൊണ്ട് കുറച്ച് അപ്പുറത്തേക്കായിട്ട് നിർത്തിയിട്ടോ വണ്ടി. ഇവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു 8 മണി. അതുകൊണ്ട് തന്നെ വിശപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പരിപ്പുവടയും ചായയൊക്കെ കുടിച്ചു ഞങ്ങൾ. എന്നിട്ട് പിന്നെ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അതൊക്കെ മുന്നോട്ട് എന്റെ പോലെ ഒന്ന് കണ്ടിടല്ല. ക്യാമറ മൊബൈലിൽ നോക്കി ഓടിക്കേണ്ടി വരുന്നു, ഒന്നും കാണുന്നില്ല. യാത്ര തുടങ്ങിയിട്ട് ഇതാ ഇത്ര ദൂരം എത്തി. കുട്ടിക്കാനാണ് ഇത് കേട്ടോ. ഇവിടെ എത്തിയപ്പോഴാണ് ഇങ്ങനെ കോട കണ്ടത്. വണ്ടി ഓടിക്കാൻ കഴിയുന്നുണ്ടല്ല ക്യാമറയിൽ, പക്ഷെ ഇത് നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് റോഡൊക്കെ. പക്ഷെ ശരിക്കും നേരിട്ടിട്ട് തീരെ കാണുന്നുണ്ടായിരുന്നില്ല, അത്രയ്ക്കും കോട ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗി ഉണ്ടായിരുന്നു. തണുപ്പ് ഏകദേശം തുടങ്ങി വരുന്നുണ്ട്. നമ്മൾ കാറിലായതുകൊണ്ട് അധികം അറിയുന്നില്ല. AC ഇട്ടതുകൊണ്ട് ആ തണുപ്പാന്നാ വിചാരിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. പക്ഷെ പുറത്തെ ഈ ഒരു അവസ്ഥ കണ്ടപ്പോൾ ഞങ്ങള് ഗ്ലാസ് ഒക്കെ ഒന്ന് താത്തിയപ്പോഴാണ് മനസ്സിലായത് നല്ല തണുപ്പുണ്ടെന്ന്. എന്ത് ഭംഗിയായിരുന്നു എന്നറിയോ, കോടയിൽ കൂടെ ഈ കോടമഞ്ഞ് മൂടി കിടക്കുന്ന ഈ വഴിയിലൂടെ അങ്ങനെ പോവാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് ദൂരം പോയപ്പോൾ നമ്മൾ ഏകദേശം ഏലപ്പാറ വ്യൂ പോയിന്റിന്റെ അടുത്ത് എത്താറായിട്ടോ. അപ്പൊ അതിന്റെ സൈഡിലുള്ള വ്യൂ ഒക്കെ കാണാൻ എന്ത് രസമായിരുന്നു എന്നറിയാം. ഈ യാത്ര അടിപൊളി യാത്രയായിരുന്നു. ഇതാണ് ഏലപ്പാറ വ്യൂ പോയിന്റ് വരുന്നത്. അവിടെ എത്തിയപ്പോ പിന്നെ ഞങ്ങൾക്ക് സ്വെറ്റർ ഇടാതെ വയ്യാട്ടോ, അത്രയ്ക്കും തണുപ്പുണ്ട്. ഇത് നല്ല വെളിച്ചം വെയിലുണ്ടെന്ന് തോന്നും, പക്ഷെ അവിടെ ഇറങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എന്ത് തണുപ്പാന്ന്. അതേപോലെ കാറ്റും ഉണ്ടായിരുന്നു, നല്ല തണുപ്പും. ഈ ഒരു വ്യൂ ഒന്ന് നോക്കൂ, അടിപൊളിയല്ലേ വ്യൂ കാണാൻ. ആ സൈഡിൽ താഴെ കൂടെ പോകുന്ന റോഡും അതിലൂടെ പോകുന്ന വെള്ളവും ഒക്കെ എന്ത് ഭംഗിയാന്ന് പറയാം. ദൂരെ ദൂരെ നല്ല കുറേ കുന്നുകൾ, അതിൽ നിറയെ തേയിലത്തോട്ടും ഒക്കെ എന്ത് രസമാണ് കാണാൻ. അതൊക്കെ ഏട്ടാ വഴിയിലൊക്കെ കുറേ വെള്ളച്ചാട്ടം എല്ലാം കാണുന്നുണ്ടായിരുന്നു. പിന്നെ ഇനി അടുത്ത് ഞങ്ങൾ പോകാൻ നോക്കിയപ്പം വ്യൂ പോയിന്റ് കാണുന്നത് അതേപോലെ നമ്മളെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലമാണ്. ഇതെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതെന്താന്ന് വെച്ചാൽ ഇടുക്കി തന്നെ ഉള്ളൊരു നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്.
ഇതാണ് അയ്യപ്പൻകോവിൽ തൂക്കുപാലം, ഹാങ്ങിങ് ബ്രിഡ്ജ്. പെരിയാർ നദിയുടെ മുകളിൽ കൂടെ നിർമ്മിച്ച ഈ ഒരു പാലം എന്ന് പറഞ്ഞിട്ട് ഏകദേശം 200 മീറ്ററോളാണ് ഇതിന്റെ നീളം എന്ന് പറയുന്നത്. പാലത്തിന്റെ മുകളിൽ കൂടെ ഉള്ള ഒരു നടത്തം എന്ന് പറയുന്നത് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കാരണം എന്താണെന്ന് പറയാ, ഇതിന്റെ മുകളിൽ കൂടെ നടക്കുമ്പോൾ ഒരു ചെറിയൊരു ആട്ടം ഉണ്ടാവും ഇതിന്റെ മുകളിൽ. വേണ്ട ഇളകുന്നു. ചെറിയ സൗണ്ടും അതേപോലെ തന്നെ തൂക്കുപാലായതുകൊണ്ട് നമ്മൾ സ്പീഡിൽ നടക്കുമ്പോൾ ഒരു ചെറിയ ആട്ടവും നമുക്ക് പേടിയാവട്ടോ അതിന്റെ മുകളിൽ കൂടെ നടക്കാൻ. പക്ഷെ മക്കൾക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല, അവർ ഓടി കളിക്കായിരുന്നു. ഞാൻ പറയും മെല്ലെ നടക്കുക, അതിന്റെ സൈഡിലൊക്കെ ഗ്യാപ്പ് അല്ലേ, വീണു പോയാലോ. അയ്യപ്പൻകോവിലും കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ഇടുക്കിയിലെ ഏറ്റവും നീളം കൂടിയൊരു തൂക്കുപാലാട്ടോ ഈ ഒരു കാണുന്ന ഈ തൂക്കുപാലം, അയ്യപ്പൻകോവിൽ ഹാങ്ങിങ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ ഇടുക്കി റിസർവോയറിന് ഒരു ദൂര കാഴ്ച നമുക്ക് ഇവിടുന്ന് കാണാവുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഒരറ്റത്തു നിന്ന് മറ്ററ്റത്തും അതേപോലെ അവിടെ നിന്ന് തിരിച്ചും വന്നിട്ട് ഈ ഒരു പ്രകൃതി നല്ലതുപോലെ ആസ്വദിച്ചിട്ടോ. ഇവിടെ നിന്നൊക്കെ ഒരു സൺസെറ്റ് കാണുകയാണെങ്കിൽ നല്ല അടിപൊളി വ്യൂ ആയിരിക്കും. കാരണം ചുറ്റും നല്ല പച്ചപ്പുള്ളൊരു സ്ഥലമാണ്. രണ്ട് സൈഡിലും പച്ചപ്പായിട്ട് നടുവിലൂടെ ഇങ്ങനെ ഒരു നദിയും പിന്നെ അതേപോലെ തന്നെ ഈ ഒരു തൂക്കുപാലും. അവിടെ നിന്നൊക്കെ നടന്നു കഴിഞ്ഞ് പിന്നെ പോയി തുടങ്ങിയപ്പോൾ നമുക്ക് വിശപ്പ് തുടങ്ങി കേട്ടോ. അങ്ങനെ ലബ്ബക്കട എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ. ഏകദേശം 10 മണിയായിട്ടോ. മക്കൾ പൊറോട്ടയും മുട്ട റോസ്റ്റും ഒക്കെയാണ് വാങ്ങിയത്. പക്ഷെ ഞങ്ങൾക്ക് അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ഞങ്ങൾ വാങ്ങിയത് കള്ളപ്പമാണ്. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കള്ളപ്പം. ആ കാണുന്ന മരം കണ്ടോ, എന്ത് വലിയ മരം അറിയോ. അതുകൊണ്ടാട്ടോ ഞാൻ വീഡിയോ എടുത്തത്. അങ്ങനെ ഈ ഒരു ഇടുക്കി ജില്ലയിലെ ഇനി അടുത്തൊരു ഡെസ്റ്റിനേഷൻ ആയിട്ട് ഞങ്ങൾ പോകുന്നത് അഞ്ചുരുളി വാട്ടർഫോളും അതേപോലെ ടണലും കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ പോയത് നല്ല വെള്ളമുള്ള സമയമായതുകൊണ്ട് തന്നെ നല്ല വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു, കുത്തൊഴുക്കും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ആ ടണലിൻ്റെ ഉള്ളിലേക്കൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ കാണുന്നത് ഇടുക്കി റിസർവോയർ ആണ്. ഇവിടേക്കാണ് ആ ടണലിലൂടെ വെള്ളം വന്നിട്ട് ചാടുന്നത് കേട്ടോ. ഈ വെള്ളം വരുന്നത് ഇരട്ടിയാർ ഡാമിൽ നിന്നാണ്. കല്യാണത്തണ്ട് മല ഇവിടുന്ന് 3 കിലോമീറ്ററും ഇരട്ടിയാർ ഡാമിൽ നിന്ന് 2 കിലോമീറ്ററും തുരന്ന് കൂട്ടി യോജിപ്പിച്ചിട്ടാണ് ഈ ഒരു അഞ്ചുരുളി ടണൽ ഉണ്ടാക്കിയത് കേട്ടോ. ജലനിരപ്പ് താഴുന്ന സമയത്ത് അഞ്ചുരുളി കമിഴ്ത്തിയ പോലെ 5 കുന്ന് കാണുന്നതുകൊണ്ടാട്ടോ അഞ്ചുരുളി പേര് വന്നത്. പിന്നെ അതൊക്കെ കണ്ട് ഞങ്ങൾ അവിടുന്ന് യാത്ര തുടങ്ങി കേട്ടോ. ഈ സൈഡിലൊക്കെ നിറയെ ഏലക്കായന്റെ കൃഷിയായിരുന്നു കേട്ടോ. ഏലത്തോട്ടം നിറയെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങള് ഏകദേശം കുറെ ദൂരം എത്തി. യാത്രകളൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോവുകയാണ്. ഇനി നമ്മൾ എത്താൻ പോകുന്നത് പൂപ്പാറയാണ്. നമ്മളെ ഡെസ്റ്റിനേഷൻ കൊടുത്തത് പൂപ്പാറയല്ലേ. അങ്ങനെ പൂപ്പാറ എത്താനായിട്ടുണ്ട്. എന്തുകൊണ്ടാ പൂപ്പാറ ഡെസ്റ്റിനേഷൻ കൊടുത്തതെന്ന് അറിയാം. പൂപ്പാറ എത്തിയിട്ട് വേണം ഗ്യാപ്പ് റോഡ് വഴി നമുക്ക് മൂന്നാറിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇൻസ്റ്റാഗ്രാമിലും ഷോർട്സിലൊക്കെ കണ്ട് കൊതി വന്ന സ്ഥലമാണ്. അങ്ങനെ 1 മണിയായപ്പോൾ ഞങ്ങൾ പൂപ്പാറ എത്തിയിട്ടുണ്ട്. ഇനി അടുത്തത് മൂന്നാർ ഡെസ്റ്റിനേഷൻ കൊടുക്കാം. അപ്പൊ ഗ്യാപ്പ് റോഡ് വഴി നമുക്ക് മൂന്നാറിലേക്ക് എത്താം. അതേ നമ്മുടെ ഗ്യാപ്പ് റോഡൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്ത് രസമാണെന്നറിയാം. എല്ലാ സൈഡിലും ഇവിടെ എത്തുമ്പോഴും നമുക്ക് ഓരോരോ വ്യൂ പോയിന്റ് കാണാൻ പറ്റും. അപ്പൊ ആ വഴി തന്നെ നല്ല ഭംഗിയാണ്. ഇപ്പൊ നമ്മളെ കയ്യിൽ ക്യാമറയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫോൺ വെച്ചിട്ട് ഞങ്ങൾ കണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ കുറച്ച് ദൂരം പോയപ്പോൾ കുറെ വണ്ടികൾ നിർത്തി വെച്ചത് കണ്ടു. അപ്പൊ ഇവിടെ എന്തോ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് എന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ അവിടെ സൈഡാക്കി നിർത്തി. ഇതാണ് ആനയിറങ്ങൽ ഡാം. ഈ പേര് കേട്ടപ്പോൾ തന്നെ ഒരു അത്ഭുതം തോന്നില്ലേ, ആനയിറങ്ങൽ ഡാം. ഇത് എന്തുകൊണ്ടാണെന്നറിയോ, ഈ ചുറ്റുവട്ടത്തുള്ള കാടുകളിലൊക്കെ നിന്ന് ആന ഇവിടെയാണ് വന്നിട്ട് വെള്ളം കുടിക്കുന്നത്. ഒരു മണ്ണുകൊണ്ട് നിർമ്മിച്ച ഒരു വലിയൊരു ഡാമാണ്. ചിന്നക്കനാൽ, ശാന്തമ്പാറ പഞ്ചായത്തുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ഡാം പന്നിയാർ റിവറിന്റെ കുറുകെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്നതൊക്കെ ടാറ്റയുടെ ടീ പ്ലാന്റേഷൻസ് ആണ് കേട്ടോ. എന്ത് രസമാണെന്നറിയോ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം അവർ കുറച്ച് നേരം അവിടെ നിന്ന് ആസ്വദിക്കുകയാണ്. ഈ ഒരു വീഡിയോയിൽ എത്രത്തോളം ഭംഗി വരുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷെ നേരിട്ട് കാണാൻ അടിപൊളിയായിരുന്നു. ആ ദൂരെ കാണുന്ന അവിടെയൊക്കെ വെയിലടിച്ചിട്ട് നല്ല വേറൊരു കളറും ബാക്കിയൊക്കെ വേറെ കളറുമായിട്ട് എന്ത് രസമായിരുന്നു അറിയാം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും പോന്നു തുടങ്ങി. അപ്പോഴേക്കും ചെറുതായിട്ട് മഴയൊക്കെ ചാറുന്നുണ്ട്. മൂന്നാറൊക്കെ എത്താനായി. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇനി മൂന്നാർ മുഴുവൻ മഴയാവോ എന്ന് പേടിച്ചോണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ചെറിയ മഴയും തണുപ്പും ഒക്കെ ആയിട്ടുള്ള ഒരു കാലാവസ്ഥയിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. മഞ്ഞൊരു സൈഡിൽ അത് വേറെയുണ്ട്. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോൾ നല്ല മഴയായിരുന്നു തിരുവനന്തപുരത്ത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് മഴയൊന്നുമില്ല, നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ. ഇപ്പൊ മൂന്നാർ എത്താനായപ്പോഴത്തേ പിന്നെയും ചെറുതായിട്ട് മഴയൊക്കെ പെയ്ത് വരുന്നുണ്ട്. ദൂരെയായിട്ട് നല്ല വെയിലും കാണുന്നുണ്ട്. കുറച്ചു നേരം മഴ ഉണ്ടാവും, പിന്നെ മഴ പോവും. അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇപ്പൊ പോകുന്നത് കേട്ടോ ഞങ്ങള്.
ദേ ഇവിടെ സൈഡിലായിട്ട് കുറച്ച് കടകളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെയൊന്നും ഇപ്പോൾ ആരും ഇല്ലാന്ന് തോന്നുന്നു. വ്യൂ പോയിന്റിന്റെ അടുത്തൊക്കെയാണ് പിന്നെയും കുറേ കടകളൊക്കെ ആയിട്ട് കാണുന്നത്. ചെറിയൊരു മഴയുള്ളത് കൊണ്ട് തന്നെ അടുത്ത വ്യൂ പോയിന്റ് എത്തിയപ്പോൾ ഏട്ടൻ മാത്രമായിട്ട് ഇറങ്ങി വീഡിയോ എടുത്തത്. ഇത് ആനയിറങ്ങൽ ഡാമിന്റെ തന്നെ ഒരു ഭാഗമായിട്ടുള്ള വ്യൂ ആണ് ഇവിടെ കാണുന്നത്. അപ്പം ഏട്ടൻ പറഞ്ഞു ഞാൻ പോയിട്ട് വീഡിയോ എടുക്കാം, നിങ്ങൾ വണ്ടി തന്നെ ഇരുന്നോന്ന്. ചെറിയ മഴയുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ ഇറങ്ങാൻ നിന്നില്ല. ഞാനും കൂടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മക്കളും പിന്നെ കൂടെ ഇറങ്ങും. അതുകൊണ്ട് പിന്നെ ഞാൻ ഇറങ്ങിയില്ല. ഇനി ഇതേ പിന്നെയും നമ്മൾ പോവാട്ടോ. അപ്പം മഴ ഏകദേശം കുറഞ്ഞിട്ടുണ്ട്. മഞ്ഞ് നോക്ക്, അതുകൊണ്ട് കൂടിയാന്ന് തോന്നിട്ട് ഈ മഞ്ഞ് ഇങ്ങനെ നല്ല കൂടുതലായിട്ട് കാണുന്ന. മഴ കഴിഞ്ഞപ്പം നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ, മഞ്ഞും മഴയും ഒക്കെ കൂടിയായിട്ട്. പിന്നെ ഇങ്ങനെ മൂന്നാറിലേക്കൊക്കെ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്വന്തം വണ്ടിയിൽ തന്നെ വരുന്നതാണ് നല്ലത്. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുവാണെങ്കിൽ നമുക്ക് അവിടെ നിർത്തി സമാധാനത്തിൽ കണ്ട് ആസ്വദിച്ചൊക്കെ പോവാലോ. പിന്നെന്താ, ഡ്രൈവ് ചെയ്യുന്ന ആൾക്ക് കുറച്ചേ കാണാൻ പറ്റുള്ളൂ, വണ്ടി ഓടിക്കണ്ടേ. ഈ ഭംഗി ആസ്വദിച്ച് ഈ വളവിലൂടെയൊക്കെ പോവുകയാണെങ്കിൽ വേറെ വല്ല വണ്ടിയും വന്നിട്ട് ഇടിക്കുന്നതായിരിക്കും. ഈ ഇടുക്കി ഹൈ റേഞ്ചിലൂടെ ഉള്ള ഈ വളഞ്ഞും തിരിഞ്ഞുള്ള റോഡിലൂടെ തന്നെ, ഈ ഗ്യാപ്പ് റോഡിലൂടെ തന്നെ വേണം മൂന്നാറിലേക്ക് പോവാട്ടെ എല്ലാവരും. അത്രയ്ക്കും ഭംഗിയാണ് ഇതിന്റെ രണ്ട് സൈഡിലുമായിട്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അടുത്തൊരു സ്ഥലം എത്തിയപ്പോൾ നിർത്തി. ദേ അവിടെ നോക്ക്, നല്ല കൂറ്റൻ പാറ പോലത്തെ മലകളാണ് ഒരു സൈഡിൽ കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞു പോകുന്ന വഴിയും പിന്നെ അതേപോലെ ഇപ്പുറത്തെ സൈഡ് നല്ല അടിപൊളി തേയില കൃഷിയാണ്. അത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടുക്ക് പോലെ ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ വെട്ടി നിർത്തിയ തേയില തോട്ടാണ് അത്. ഒരുമാതിരി എന്താ പറയുക, നല്ല പച്ച പുല്ലൊക്കെ ഇങ്ങനെ വിരിച്ച പോലെയാണ് തോന്നുന്നത്. എന്ത് രസമാണെന്നറിയാം കാണാൻ. അത് അവിടെ ദൂരെയായിട്ട് മഞ്ഞും. ഈ ഒരു ഗ്യാപ്പ് റോഡിനെ പറ്റിയിട്ട് ഇതിനു മുമ്പ് നമ്മൾ ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ട്. അരിക്കൊമ്പനെ പിടിച്ചിട്ട് കൊണ്ടുപോയ വഴിയില്ലേ, അന്ന് ഈ ഡ്രോൺ വ്യൂ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ആ ഒരു വഴിയാണ് ഈ ഗ്യാപ്പ് റോഡ്. അന്ന് തന്നെ കണ്ടപ്പോൾ വിചാരിച്ചതാണ് ഇങ്ങനെ ഈ ഒരു സ്ഥലത്ത് കൂടെ പോയി നോക്കണമെന്ന്. അങ്ങനെ നേരിട്ട് പോയി അനുഭവിച്ചറിയുമ്പോഴല്ലേ നമുക്ക് അതിൻ്റെ ഭംഗി മനസ്സിലാവുള്ളൂ. അങ്ങനെ അവിടെ നിർത്തിയപ്പോഴാണ് 2 ബസ് എന്ന് മക്കൾ പറഞ്ഞു. അപ്പം ഞങ്ങൾ നോക്കി, എന്താ 2 ബസ്? അപ്പോഴാണ് കണ്ടത് 2 ബസ്സല്ല, ഒരു ബസ്സാണ് എന്ന് പറഞ്ഞിട്ട് അവരോട് പറഞ്ഞു ഇത് ഇങ്ങനെയാണ് ബസ്. നമ്മൾ തിരുവനന്തപുരത്തുണ്ട് ഇതേപോലെ ബസ്, പക്ഷെ അവരധികം കണ്ടിട്ടില്ല, അതാണ് ഈ 2 ബസ് പോകുന്നതെന്ന് പറഞ്ഞു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ. അങ്ങനെ ആ ബസ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, അത് പോകുന്നതും ഒക്കെ എങ്ങനെയാണെന്ന്. 2 ബസ് അട്ടിക്ക് വെച്ച പോലെയാണ് തോന്നുന്നത്. കോഴിക്കോടൊന്നും അങ്ങോട്ടൊന്നും ഇല്ല കേട്ടോ ഇങ്ങനത്തെ ബസ്. ഇപ്പൊ തിരുവനന്തപുരത്ത് ടൗണിലേക്കൊക്കെ ആയിട്ട് കാണാം. ഇവിടെയൊന്നും ഞങ്ങൾ കഴക്കൂട്ടം ഈ ഭാഗത്തൊക്കെ ഒന്നും കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ ആ ബസ് പോകുന്നതും ഇങ്ങനെ കണ്ണും നട്ട് നോക്കി നിൽക്കണം അയാൻ. പിന്നെ ഞങ്ങൾ ഏകദേശം ഒന്ന് എണീറ്റ് നടുവൊക്കെ ഒന്ന് നിവർത്തി, വണ്ടിയൊക്കെ നിർത്തി. വണ്ടിക്കും റെസ്റ്റ് വേണ്ട, ഇങ്ങനെയും ഓടുകയല്ലേ. അങ്ങനെ ഞങ്ങൾ പിന്നെ അടുത്ത വഴിയിലേക്ക് പോകട്ടോ. ഇത് പെരിയ കനാൽ എന്ന് പറഞ്ഞ വാട്ടർഫോൾ ആണ്. അപ്പൊ ദൂരത്തുനിന്ന് കണ്ടപ്പോൾ തന്നെ അയ്യാൻ പറഞ്ഞു ഇവിടെ നിർത്തണോ വേണ്ടല്ലോ എന്ന്. പക്ഷെ ഞങ്ങൾ അവിടെ നിർത്തി, കാരണം അത്രയും നല്ല വെള്ളച്ചാട്ടവും പിന്നെ അതേപോലെ കുറച്ച് കൂടുതൽ ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ എന്താന്ന് വിചാരിച്ച് ഞങ്ങൾ നിർത്താന്ന് വിചാരിച്ച്. അങ്ങനെ അവിടെ നിർത്തി. ഞാനും ഏട്ടനും മാത്രമാണ് ഇറങ്ങിയത്. ഞങ്ങൾ മെല്ലെ ഇറങ്ങി ആ വ്യൂ ഒക്കെ ഒന്ന് കണ്ട് മക്കളോട് പറഞ്ഞ് പുറത്തിറങ്ങണ്ട, അവിടെ നിന്നോന്ന് പറഞ്ഞ്. എന്നിട്ട് കോണ് വാങ്ങാന്ന് വിചാരിച്ചു. ഉച്ച സമയം, പക്ഷെ വേറെ കടകളൊന്നും കാണുന്നില്ല. അങ്ങനെ കോണ് അവിടെ നിന്ന് വാങ്ങി. കോണ് പിന്നെ അവിടെ ധാരാളം കിട്ടുമല്ലോ. അങ്ങനെ കോണ് ഒന്ന് വേവിച്ചത് വാങ്ങി. വേവിച്ചിട്ട് ഇതിൻ്റെ മുകളിലും മുളക് പൊടിയും ഉപ്പും നാരങ്ങയും ഒക്കെ തേച്ച് പിടിച്ചാട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ചുട്ടതും കൂടെ വാങ്ങാമെന്ന്. രണ്ടിൻ്റെ ടേസ്റ്റ് അറിയാമല്ലോ. അങ്ങനെ ഒരു ചുട്ടതും കൂടെ പറഞ്ഞു. പെരിയ കനാൽ, ചിന്ന കനാൽ വാട്ടർഫോൾ എന്നൊക്കെ പറയൂ കേട്ടോ അതിനെ. ഇതേ ചുടുകയാണ് അവർ അതിൻ്റെ അടുപ്പിൻ്റെ അവിടേക്ക് വെച്ചിട്ട് പുക ഊതുന്നതാണ് കാണുന്നത്. ഇപ്പം ഏകദേശം 2 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇനി മൂന്നാറിലെത്തിയാലും ചോറ് കിട്ടുന്നുള്ള പ്രതീക്ഷയൊക്കെ കഴിഞ്ഞു. അപ്പോൾ കോണ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നേ. ഇപ്പം ദേ ആ കാണുന്ന കണ്ടില്ലേ, അതാണ് ചൊക്രമുടി മല. ഇത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 7200 അടി ഉയരമുണ്ട്. ഇപ്പം ട്രക്കിംഗ് ഒക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ മലേൻ്റെ മുകളിലേക്ക് വരാം കേട്ടോ. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു മലേൻ്റെ മുകളിൽ. കാരണം ഈ മൂന്നാറിൽ ഏറ്റവും ഉയരം കൂടിയ മലകളിൽ ഒന്നാണ് ഈ മല. മീശപ്പുലിമല, കൊളുക്കുമല ഇതൊക്കെ കേട്ടിട്ടില്ലേ? ഇവിടെയൊക്കെ ട്രക്കിങ്ങിന് പോയവർ കുറേ പേരുണ്ട്. അവിടെയൊക്കെ പോകണമെങ്കിൽ നമ്മൾ അവരുടെ ജീപ്പ് തന്നെ പോയേ പറ്റൂ. അതും പുലർച്ചെയൊക്കെ എണീറ്റിട്ട് വേണം പോകാൻ. പക്ഷേ ഈ മല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ചക്രമുടി മല എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗ്യാപ്പ് റോഡിൻ്റെ സൈഡ് ഇതിലേ പോയിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ സൈഡിൽ വരെ നമുക്ക് ഇവിടെ വണ്ടി നിർത്താം, എന്നിട്ട് പോവാവുന്നതേ ഉള്ളൂ. ഒരു വ്യൂ പോയിന്റിന് ലോക്ക്ഹാർട്ട് വ്യൂ പോയിന്റ് എന്നും കൂടെ പറയും കേട്ടോ. കാരണം എന്തൊരു ഭംഗിയാണെന്ന് അറിയാം. എത്ര നീണ്ടു നിവർന്നാണ് ഈ ഒരു സ്ഥലം കിടക്കുന്നത്.
അങ്ങനെ ഞങ്ങൾ പിന്നെയും അവിടുന്ന് യാത്രയായിട്ടോ. ഇത് നമ്മളെ ഗ്യാപ്പ് റോഡിന്റെ ടോളാണ്. അവിടെ ടോള് കഴിഞ്ഞാൽ ഇനി നമുക്ക് മൂന്നാറിലേക്ക് എത്താന്നുള്ളത്. അപ്പൊ ടോളിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ടോളിന് 40 രൂപയാണ് ഞങ്ങൾക്ക് ആയത് കേട്ടോ. അങ്ങനെ ദേ നമ്മൾ മൂന്നാറിലേക്ക് കടക്കുകയാണ്. അതേപോലെ മഴയും കടക്കുകയാണ്. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ മൂന്നാറിലേക്ക് വരുന്നത്. ആദ്യം വന്നപ്പോൾ ഒരു ദിവസം മാത്രമേ ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ 2 ദിവസമുണ്ട് സ്റ്റേ ഞങ്ങൾക്ക് മൂന്നാറിൽ. അപ്പോൾ ഒരു ദിവസം ഫുള്ളായിട്ട് ഞങ്ങൾക്ക് മൂന്നാർ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയമുണ്ട്. പിന്നെ മക്കളും ഇത് ആദ്യത്തെ പ്രാവശ്യമാണ്. ഞാൻ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാവാം. പക്ഷെ കുഞ്ഞാവുമ്പോഴാണ് വന്നത്, അത്ര ഓർമ്മയില്ല. ഇപ്പം ഞങ്ങളിവിടെ PWD റെസ്റ്റ് ഹൗസാണ് ബുക്ക് ചെയ്തത്. ഏട്ടൻ ഗവൺമെൻറ് എംപ്ലോയി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ 300 രൂപയാണ് ഒരു ദിവസത്തേക്കുള്ള ചാർജ്. ഇപ്പം നോർമൽ ആൾക്കാരെല്ലാവരും വരുവാണെങ്കിൽ 600 രൂപയാവും ഒരു ദിവസത്തേക്ക്. ഇപ്പം ഞങ്ങൾ ഇവിടെ PWD റെസ്റ്റ് ഹൗസിലേക്ക് വന്നു. ഇപ്പം ഏകദേശം മഴയൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുള്ളൂ. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ വരുന്നത്. ഏട്ടൻ റിസപ്ഷനിൽ ഓരോ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ മക്കൾ അവിടെയൊക്കെ പോയി നോക്കുക എന്തൊക്കെയാണ് അവിടെയൊക്കെ ഉള്ളതെന്ന്. അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ ഒരു എക്സ്ട്രാ ഒരു ബെഡും കൂടെ പറഞ്ഞിട്ടുണ്ട്. ബെഡ് 150 രൂപയാണ് വരിക. ഇപ്പം നോർമൽ ആണെങ്കിൽ നോർമൽ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ 300 രൂപയായിരിക്കും ബെഡിന് വരിക. അപ്പം ഞങ്ങൾക്ക് 2 ദിവസത്തേക്ക് 900 ആണ് ചാർജ് വന്നത്. അപ്പോൾ അവിടെ കണ്ടില്ലേ, ഒരു ബെഡും എക്സ്ട്രാ ഒരു ബെഡ് തന്നിട്ടുണ്ട്. നല്ല സൗകര്യമുള്ളൊരു റൂം തന്നെയാണ് കേട്ടോ. ബാത്റൂം ആണെങ്കിൽ വിശാലമായൊരു ബാത്റൂമാണ്. നിന്നോ ഇരുന്നോ കിടന്നോ ഒക്കെ കുളിക്കാം വേണമെങ്കിൽ. അപ്പം ഞങ്ങൾ എത്തിയപ്പോൾ 3 മണി ആയതുകൊണ്ട് ഫുഡ് ചോറൊന്നുമില്ല. അങ്ങനെ പിന്നെ പൊറോട്ട, ചില്ലി ചിക്കനും ചിക്കൻ ഫ്രൈയും ഒക്കെ വാങ്ങി അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ രാത്രി ഒന്ന് ടൗൺ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം പിന്നെയും ചെറുതായിട്ട് മഴ തുടങ്ങി കേട്ടോ. ഡ്രസ്സ് സ്വെറ്ററൊക്കെ ഇട്ട് കയ്യിലൊക്കെ ഇട്ടിട്ട് ഞങ്ങളിങ്ങനെ കറങ്ങാൻ വേണ്ടി പോയി. രാത്രി ഫുഡും വാങ്ങണമല്ലോ. പിന്നെ ഡീസലും അടിക്കണം. എരുമേലിയിൽ നിന്നാണ് ഡീസൽ അടിച്ചത്. ഇപ്പം പിന്നെ മൂന്നാറിലെത്തിയാൽ പിന്നെ അടിക്കാൻ നിന്ന്. ഇനി ഫുഡ് വാങ്ങിക്കണം. എവിടെ ഇറങ്ങാനോ നിർത്താനോ ഉള്ള സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം പാർസൽ വാങ്ങാമെന്ന് വിചാരിച്ച്. ആ ഒരു ബിൽഡിംഗ് നോക്ക് മൊത്തം ലൈറ്റ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ നമ്മൾ ഫുഡ് വാങ്ങിയ കട അത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാട്ടോ. ഒരു പാലക്കാടുകാരൻ്റെ ഒരു കടയാണ്. അടിപൊളി ഫുഡാട്ടോ അവിടുത്തത്. നല്ല രസമുണ്ടായിരുന്നു. അൽ ബുഹാരി എന്ന് പറഞ്ഞ പേരാണെന്ന് തോന്നുന്നു. അൽ ബുഹാരി, ഒരു വൃത്തിയുള്ളൊരു കട. ഞങ്ങൾ എന്തായാലും രാവിലത്തെ ഫുഡും വൈകിട്ടത്തെ രാത്രിയൊക്കെ അവിടെ നിന്നായിരുന്നുണ്ടോ. തിരിച്ച് ഞങ്ങൾ റൂമിലേക്ക് വന്ന്. അപ്പോൾ ഇന്നത്തെ ഒരു ട്രിപ്പ് മൂന്നാറിൽ എത്തിയത് ഇങ്ങനെയാണ്. ഇനി അടുത്തത് മൂന്നാർ മുഴുവൻ എക്സ്പ്ലോർ ചെയ്യുന്നതാണ് അടുത്ത വീഡിയോ പാർട്ടായിട്ട്. അപ്പം എന്നാലും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങട്ടെ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും ബൈ.